ഈ സിനിമ ഇറങ്ങിയപ്പോൾ കുറേ മാര് വന്ന് പറഞ്ഞു ഈ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല, ആക്ഷനും ഇല്ല, മാഡ് മാക്സ് പോലെ ഒന്നും വന്നിട്ടുമില്ല, ഇത് കാണുക വേണ്ട തല്ലിപ്പൊളി സിനിമ എന്ന് പറഞ്ഞ കുറെ മറ്റവന്മാരുണ്ടായിരുന്നു. ഇവന്മാരെയൊക്കെ എന്റെ കയ്യിലൊന്ന് കിട്ടേണ്ടല്ലോ, എന്തിനാണോ ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞു വരുത്തുന്നത്. സംഭവം മനസ്സിലായല്ലോ. മാഡ് മാക്സിന്റെ സ്പിൻ ഓഫ് ആയിട്ടുള്ള ഫ്യൂരിയോസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എടോ, മാഡ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ, ഡയലോഗും ഇല്ല, ഒന്നുമില്ല, മുഴുവൻ ആക്ഷൻ. ശരി, സമ്മതിച്ചു, അതൊരു സിനിമ. അതിന്റെ സ്പിൻ ഓഫ് എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ മാഡ് മാക്സിൽ പറയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആരാണ് ഇവരൊക്കെ എന്തിനാണ് ഈ തമ്മി അടി കൂടുന്നത്? ഇവര് വേറെ കുറെ സ്ഥലത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ആരാണ്? അവിടേക്ക് എന്താണ് നടക്കുന്നത്? ഈ ഫ്യൂരിയോസ എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത്? ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ഒരു കഥയായിട്ട് പറയണ്ടേ? പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ആക്ഷൻ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഫ്യൂരിയോസിൽ കിഡിലൻ മാഡ് മാക്സിന്റെ അതേ ക്വാളിറ്റിയിൽ അതേ ഇന്റൻസിറ്റിയിൽ ഒരുപാട് ആക്ഷൻ സീൻസ് ഉണ്ട്. ഇതൊന്നും ഇവന്മാരൊന്നും കണ്ടില്ല. എനിക്ക് മനസ്സിലാവില്ല ഇതൊന്നും. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് വൻ ഫ്ലോപ്പായി സിനിമ. കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ $150 million അടുത്ത് നഷ്ടമുണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. എല്ലാവരും ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യുക, ജിയോ സിനിമയിൽ സിനിമ കിടക്കുന്നുണ്ട്, എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഒരു മോശം സിനിമയാണെങ്കിൽ മോശമാണെന്ന് പറയാനോ ഒരു മടിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു നല്ല സിനിമ അങ്ങനെ ഫ്ലോപ്പ് ആവുന്നത് കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ട്.